ഹലോ, ഇന്ന് നമ്മൾ അട്ടപ്പാടി വഴി ഊട്ടിയിലേക്ക് പോവാണ്. എപ്പോഴും നമ്മൾ പോവാറ് നാടുകാണി ചുരം കയറിയിട്ടാണ്. ഇപ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിച്ചു, അട്ടപ്പാടി ചുരം കയറിയിട്ടാണ് ഊട്ടിക്ക് പോകുന്നത്. പോകുന്ന വഴിക്കാണ് നല്ലൊരു വ്യൂ പോയിൻ്റ് ഉള്ളത്. ഏമത്ത് ചുമർചിത്രമൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ കുറച്ച് നേരം നിർത്തി ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വീണ്ടും കയറിപ്പോയത്. നല്ല കാട്ടുവഴികളിലൂടെയൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റിയ സ്ഥലമാണ്. ഹലോ, അങ്ങനെ ഞങ്ങൾ ഊട്ടിയിലേക്കുള്ള യാത്രയാണ്. അട്ടപ്പാടി ചുരമൊക്കെ കയറി കഴിഞ്ഞ് നല്ല ഹൈവേയിലൊക്കെ കയറി ഒന്ന് ചായ കുടിക്കാൻ കയറിയതാണ്. അവിടെ നിന്ന് കുറച്ച് കുടലും നുറുക്കൊക്കെ വാങ്ങി. നമ്മുടെ ഇവിടുത്തെ പോലത്തെ കുടലല്ല, അവിടുത്തെ നുറുക്കിൻ്റെ മാവ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചായ ഞങ്ങൾ ഫ്ലാസ്കിലാക്കി കൊണ്ടുപോയതുകൊണ്ട് ചൂടോടെ തന്നെ കിട്ടി. അങ്ങനെ ചെറിയൊരു റെസ്റ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഹലോ, അങ്ങനെ ഞങ്ങൾ യാത്രയ്ക്ക് ശേഷം ഊട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉച്ചയോടടുത്തതുകൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറി. ആദ്യം ഒരു മീൽസ് ഓർഡർ ചെയ്തു, സാദാ ചോറ്. അതിൽ കുറച്ച് ഉപ്പേരിയോ പരിപ്പ് വട ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കുഴമ്പ് സാദോ അങ്ങനെയൊക്കെ പറഞ്ഞ് കൊണ്ടു തന്നായിരുന്നു. അവിടുത്തെ ഭക്ഷണം ഇങ്ങനെയാണല്ലോ, പച്ചരിച്ചോറും അവസാനം ഒരു പായസം ഉണ്ടായിരുന്നു. സേമിയവും സാബൂനരിയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയ. ഞങ്ങൾ പിന്നെ 2 ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. വലിയ കുഴപ്പമില്ലായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹലോ, അടുത്ത ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോയത് ദൊഡ്ഡപേട്ട പീക്കിലേക്കാണ്. അങ്ങോട്ടേക്ക് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. നല്ല പൈൻമരങ്ങളുടെ ഇടയിലൂടെയൊക്കെയുള്ള വഴിയിലൂടെ സഞ്ചരിച്ച് കുറച്ച് ദൂരം നടന്ന് എത്തിപ്പെടാനുള്ള സ്ഥലമായിരുന്നു. ഉച്ച സമയമാണെങ്കിൽ കൂടി നല്ല കോടയൊക്കെ ഇറങ്ങുന്ന സമയമായിരുന്നു. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തണുത്ത ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇനി ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഹലോ, ഇത് ഞങ്ങൾ ട്രിപ്പിൻ്റെ ലാസ്റ്റ് പാർട്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഇറങ്ങിപ്പോന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. അവിടെ കണ്ടൊരു സാധനമാണിത്. തല ഇങ്ങനെ അടികൊണ്ടിരിക്കും. പിന്നെ കുട്ടികൾ കളിക്കുന്ന മൊബൈൽ ഫോണില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തോടത്തേക്ക് വന്ന് വണ്ടി എടുത്ത് പോരുകയാണ്. നല്ല കോട ഇറങ്ങിയ ടൈമായിരുന്നു. ഒരു 5 മണി 5:30 സമയം. നല്ല അടിപൊളി ക്ലൈമറ്റ്. രാത്രി ആവുന്തോറും തണുപ്പ് കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ ട്രിപ്പിൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ശരി.